കായംകുളം ഷാരോൺ ഡിവൈൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ മഹായോഗം ആരംഭിച്ചു. കായംകുളം KPSCക്ക് സമീപമാണ് സുവിശേഷ മഹായോഗം നടക്കുന്നത്. കായംകുളം ഷാരോൺ ഡിവൈൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് KPSC ജംഗ്ഷൻ ബഥനി സ്കൂളിന് സമീപം സുവിശേഷ മഹായോഗം ആരംഭിച്ചത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മാവേലിക്കര ഡിസ്ട്രിക്ട് പാസ്റ്റർ ജെയിംസ് സാമുവേൽ സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്തു. ഹല്ലേലൂയ. മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. എങ്ങനെയാണ് ആ വെളിപ്പാട് പ്രാപിച്ചു? യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്ന സുവിശേഷം കേട്ടവർ, അത്ഭുതങ്ങൾ കണ്ടവർ, വിടുതൽ പ്രാപിച്ചവർ, വിടുതൽ അനുഭവിച്ചവർ, ഒത്തിരി ഹല്ലേലൂയ വിടുതലിന് സാക്ഷ്യം വഹിച്ചവർ ആരും ക്രൂശിന്റെ അരികിലില്ല. എന്നാൽ ഒരിക്കൽ പോലും കർത്താവിന്റെ വചനം കേൾക്കാത്ത ഈ കള്ളൻ യേശു കർത്താവിനോട് പറയുന്നു, നീ രാജ്യത്വം പ്രാപിച്ച് തിരികെ വരുമ്പോൾ നീ ചെയ്യണം, എന്നെ കൂടെ ഓർക്കണമേ. എങ്ങനെ അവൻ ആ ദർശനം പ്രാപിച്ചു? അവന് മനസ്സിലായി അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷമാണ്, അവന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കിട്ടിയ ഏറ്റവും അവസാനത്തെ പഴുതാണ്. അവനത് ഉപയോഗിക്കാൻ തക്കൊണ്ടിടയായി തീർന്നു. എന്നാൽ അവന്റെ ഒപ്പം സമശിക്ഷാവധിയിൽ കിടക്കുന്ന കള്ളൻ യവനെ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ യേശുവെങ്കിൽ അവനെ രക്ഷിക്കട്ടെ, നമ്മെ രക്ഷിക്കട്ടെ. പക്ഷെ യവൻ പറയുന്നു, അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പാസ്റ്റർ ഷിബു KV അധ്യക്ഷത വഹിച്ചു. ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഇന്നു രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. എനിക്കിവിടെ ഒരു മതത്തെ ഉയർത്താനില്ല, ഒരു സമൂഹത്തെ ഉയർത്താനില്ല, ഒരു പ്രത്യേക ജാതിയെ ഉയർത്താനില്ല. ഇവിടെ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന യേശുവിന്റെ പ്രഭാഷകരായിരിക്കുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം എന്താന്ന് ചോദിച്ചാൽ, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരാള് ജനിച്ചിട്ടുമില്ല, ഇവനെ പോലെ മറ്റൊരുവനില്ല. പാസ്റ്റർ വർഗീസ് ജോഷുവ മുഖ്യ സന്ദേശം നൽകി. DPM ഇന്ത്യ ഡയറക്ടർ പാസ്റ്റർ വർഗീസ് ബേബി, പാസ്റ്റർ ജോബിൻ, പാസ്റ്റർ റെജി, പാസ്റ്റർ സുനു കോശി, പാസ്റ്റർ റോണി ഏലിയാസ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദീർഘ വർഷങ്ങൾക്ക് മുമ്പ് ശിവപാസ്റ്റർ ദേശത്ത് അയച്ചു. വിഘ്നം കൂടാതെ സാക്ഷ്യത്തോടെ ദേശത്തെ മാതൃകയോടെ നിൽക്കുവാൻ കുടുംബമായി നിശ്ചയിപ്പെടുകയായി. കൂട്ടായ്മയ്ക്കും പ്രിയപ്പെട്ടവരെ കൊടുത്തു. ഈ രാത്രി യോഗത്തിൽ വചന സൂക്ഷിക്കാൻ പോകുന്ന ദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ യോഗം പ്രാർത്ഥിച്ചാൽ ഒരു ദാസനായി പ്രാർത്ഥിക്കുന്നു. ഒരു ദാസിനെ ഉപയോഗിച്ചതിനായി സ്തോത്രം, വർഷിപ്പ് ടീമിനായി സ്തോത്രം. തുടർന്ന് ദൈവത്തിന്റെ വചനം ഈ രാത്രി സംസാരിക്കുമ്പോൾ ദേശം സൗഖ്യമാകുവാൻ, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുവാൻ, മദ്യപാനികൾ മാനസാന്തരപ്പെടുവാൻ, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുവാൻ, പിന്മാറ്റങ്ങൾ മടങ്ങി വരിക, രോഗികൾ സൗഖ്യമാകുവാൻ. ദിവസവും വൈകിട്ട് 6 മുതലാണ് സുവിശേഷ മഹായോഗം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.